ആലപ്പുഴ ജില്ലയിലെ UDF-നുള്ളിൽ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് അതൃപ്തി പുകയുന്നു. ആലപ്പുഴ സീറ്റിന് വേണ്ടി നേതൃത്വത്തോട് ആഗ്രഹം പ്രകടിപ്പിച്ചത് 4 പേർ. തനിക്ക് പറയാനുള്ളതെല്ലാം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നും പ്രവർത്തന മികവ് പരിശോധിക്കണമെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് A. ഷുക്കൂർ 2016 ഷേഖ് പി ഹാരിസ് ജനതാദളിനെ അക്കോമഡേറ്റ് ചെയ്യേണ്ടി വന്നു. ഞാൻ അതിൽ ഉൾക്കൊണ്ടു. അപ്പോഴും ഞാൻ മാറിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞും ഒരു ഘട്ടം വന്നു, പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വന്നു 2019. അപ്പോഴത്തേക്ക് എൻ്റെ പേര് സജീവമായിട്ട് വന്നു. ടി സിദ്ദീഖിന് എൻ്റെ പേര് വന്നു. അങ്ങനെ കാര്യങ്ങൾ പോയി. അവസാനം ടി സിദ്ദീഖിൻ്റെ പേര് പോയി. അപ്പോഴത്തേക്ക് ഒരു വനിതാ സ്ഥാനാർത്ഥി ഇല്ല എന്ന് കണ്ട് വനിതാ സ്ഥാനാർത്ഥിയായി പാർലമെൻറ്റിലേക്ക് ഷാനിമോളെ നിശ്ചയിച്ചു. ഞാൻ പൂർണ്ണമായി പിന്തുണച്ചു. അത് കഴിഞ്ഞ് 2024 വരുന്നു. അപ്പോഴും ഞാൻ എൻ്റെ പേര് അമ്പലപ്പുഴയിലേക്ക് സജസ്റ്റ് ചെയ്യുന്നു. 2024 ആ സജഷൻ തള്ളി. എൻ്റെ നിർദ്ദേശവും അഭിപ്രായങ്ങളും ഞാൻ പുറത്തു പറയുന്നില്ല. പുറത്ത് പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ പാർട്ടി ലീഡർഷിപ്പിനെ അറിയിച്ചിട്ടുണ്ട്. ആ ലീഡർഷിപ്പിന് ബോധ്യമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട് ഇത്തവണ എന്നെ അവഗണിക്കില്ല. G. സുധാകരനെ അമ്പലപ്പുഴ മണ്ഡലത്തിൽ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിനുള്ളിൽ അതൃപ്തിയുണ്ടെന്ന് തുറന്ന് സമ്മതിച്ച് മുൻ MLA D. സുഗതനും രംഗത്ത് വന്നു. മൂന്നാമതും പിണറായി വിജയൻ അധികാരത്തിൽ വരണമെന്ന് പറയുന്ന G. സുധാകരന്റെ നിലപാട് തിരുത്തണം. സ്വന്തം പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞാൽ കേൾക്കാത്ത നേതാവായി സുധാകരനാണെന്നും സുഗതൻ പറയുന്നു. തീരുമാനമായിട്ടില്ല. എങ്കിലും അത് അങ്ങനെ തീരുമാനം ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു അറിയപ്പെടുന്ന ആളെന്നുള്ള പബ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് അങ്ങനെ തന്നെ വരുമെന്നാണ് കരുതുന്നത്. പിണറായി അധികാരത്തിൽ വരികയാണ് താല്പര്യമെന്ന് പുള്ളി ഇന്നലെ പറഞ്ഞു. അങ്ങനെ അതിനോട് യോജിപ്പില്ല. അദ്ദേഹം വരികയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ UDF സംവിധാനവുമായിട്ട് അദ്ദേഹം യോജിച്ച് പോകണമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അമൽ വിവരങ്ങളുമായിട്ട് ആലപ്പുഴയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അമൽ, ഗുഡ് മോർണിംഗ്. ഇപ്പം നേരത്തെ ഒരു സാഹചര്യം അല്ല ആലപ്പുഴയിൽ. ഇതിപ്പം ഈ കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അത് UDF-നുണ്ടായ വിജയവും ആ പാർട്ടിക്ക് ആലപ്പുഴയിൽ ലഭിച്ചൊരു കോൺഫിഡൻസും ഒക്കെ വളരെ വലുതാണ്. ഇടതുപക്ഷത്തിൻ്റെ കോട്ടയായിരുന്നു, ചെങ്കോട്ടയായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു സ്ഥലത്ത് അത്രയേറെ മുന്നേറ്റം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നടത്താൻ UDF-ന് കഴിഞ്ഞു. ആ ഒരു കോൺഫിഡൻസോട് കൂടിയാണ് പാർട്ടി നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. ഇപ്പം മനസ്സിലാക്കുന്നിടത്തോളം ആലപ്പുഴയിലും അമ്പലപ്പുഴയിലും ഒക്കെ സീറ്റ് കൊടുത്തില്ലെങ്കിൽ പലരും പാർട്ടി വിടും, ആ തരത്തിലേക്ക് പോലും എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നു. എന്താണ് ആലപ്പുഴയിലെ UDF-ൽ നടന്നുകൊണ്ടിരിക്കുന്നത്? അമൽ, ഗുഡ് മോർണിംഗ്. സെതു, വെരി ഗുഡ് മോർണിംഗ്. ഈ G. സുധാകരൻ CPM-ൽ മാത്രമല്ല, ഇപ്പോൾ UDF ക്യാമ്പിലും ഒരു തലപുകഞ്ഞ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആലപ്പുഴ ജില്ലയിൽ. പ്രത്യേകിച്ചും അമ്പലപ്പുഴയിലും ആലപ്പുഴയിലേക്കുമെല്ലാം UDF ക്യാമ്പിൽ സ്ഥാനാർത്ഥിത്വത്തിനു വേണ്ടി കുപ്പായം തയ്ച്ചു വെച്ചവരെല്ലാം G. സുധാകരൻ്റെ വരവോടുകൂടി ആകെ പ്രശ്നത്തിലായിരിക്കുകയാണ്, നിരാശയിലായിരിക്കുകയാണ് എന്ന് വേണം ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നുള്ള സ്ഥിതികൾ വീക്ഷിക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പോൾ കുറച്ച് മുൻപാണ് നമ്മൾ കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ടെല്ലാം സംസാരിക്കുന്നത്. അപ്പോഴും അവർ തികഞ്ഞ പ്രതീക്ഷയിലാണ്, നേതാക്കന്മാരുമായിട്ടെല്ലാം സംസാരിക്കുന്നുണ്ട്. ആലപ്പുഴയിലെ കാര്യം എടുത്തു നോക്കിയാൽ ആലപ്പുഴയിൽ റീഗോ രാജുവിൻ്റെ പേരാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. തൊട്ട് പിന്നാലെ തന്നെ AD തോമസിൻ്റെ ഉണ്ട്, MJ ജോബിൻ്റെ ഉണ്ട്, A. ഷുക്കൂറിൻ്റെ ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും സ്ഥാനാർത്ഥിത്വത്തിന് അർഹരാണ് എന്ന് പരസ്പരം ഇവർക്കെല്ലാവർക്കും അറിയാമെങ്കിലും തങ്ങൾക്ക് വേണം എന്നുള്ള ഒരു പിടിവാശി ഇവർക്കെല്ലാവർക്കും ഉണ്ടായിട്ടാണ് നമുക്ക് അറിയാനും സാധിക്കുന്നത്. പ്രത്യേകിച്ചും സാമുദായിക സമവാക്യങ്ങളടക്കം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ആലപ്പുഴയിൽ വലിയ രീതിയിൽ തന്നെ സ്വാധീനം ചെലുത്തുന്ന ഒരു ഘടകമാണ്. അതിൻ്റെ ഭാഗമായിട്ട് സഭാ നേതൃത്വങ്ങളടക്കം ഇടപെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയം നടക്കുന്നതെന്നാണ് ഇപ്പോൾ അണിയറയിൽ നിന്ന് പല വിവരങ്ങളും നമുക്ക് ലഭിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി തന്നെ തങ്ങൾക്ക് സ്ഥാനാർത്ഥിത്വം ലഭിച്ചില്ല എങ്കിൽ പാർട്ടി വിടുമെന്നും രാജ്യഭീഷണി മുഴക്കുമെന്നും ചില നേതാക്കൾ കൃത്യമായി തന്നെ മുതിർന്ന നേതാക്കളെ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് നാളുകൾക്ക് മുൻപാണ്, ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് കിഷോർ ബാബു, കോൺഗ്രസിൻ്റെ ഏറ്റവും പാരമ്പര്യമുള്ള ജില്ലയിലെ നേതാക്കന്മാരിൽ ഒരാളാണ്, KC-യിലൂടെ പ്രവർത്തനം തുടങ്ങി KPCC വരെയൊക്കെ എത്തിയ ഒരു നേതാവ്. ആ നേതാവ് KC വേണുഗോപാലുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളെ തുടർന്ന് പാർട്ടി വിടുകയും അന്ന് വൈകിട്ട് തന്നെ BJP-യിൽ ചേരുകയും ചെയ്തൊരു സാഹചര്യമുണ്ടായിരുന്നു. ഈ കിഷോർ ബാബുവിനെ മുൻനിർത്തിക്കൊണ്ട് BJP-യും മറ്റൊരു രീതിയിലുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട്. ഇത്തരത്തിൽ കോൺഗ്രസിൽ ഒരു പടലപ്പിണക്കമുണ്ടായാൽ ആ കോൺഗ്രസിൽ നിന്ന് പല നേതാക്കന്മാരെയും BJP-യിലേക്ക് കൊണ്ടുവരുവാനുള്ള നീക്കവും
സജീവമായി നടക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ അമ്പലപ്പുഴയിൽ ഇത്തരത്തിൽ കോൺഗ്രസ് ക്യാമ്പിൽ നിന്നുള്ള മറ്റൊരു നേതാവിനെ പരീക്ഷിക്കുവാനും BJP ശ്രമിക്കുന്നതാണ്. ഇപ്പോൾ ഡി സുഗതന്റെ തന്നെ ഒരു വാക്കുകളിൽ പറഞ്ഞാൽ ജി സുധാകരൻ ഈ UDF ക്യാമ്പിലേക്ക് എത്തുമ്പോൾ ജി സുധാകരന്റെ ഭാഗത്തു നിന്ന് പിണറായി വിജയനെതിരായിട്ടുള്ളൊരു പരാമർശം ഉണ്ടാകുന്നില്ല. പിണറായി മൂന്നാമതും വരണമെന്ന് പറയുന്ന ജി സുധാകരനെ ഉൾക്കൊള്ളുക എന്നത് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖമുള്ള ഒരു കാര്യമല്ല എന്ന് താഴെത്തട്ടിലുള്ള ആളുകളടക്കം തങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് KPCCയുടെ ഭാഗമായിട്ടുള്ള ഡി സുഗതൻ, മുൻ അമ്പലപ്പുഴ MLA ആണ്, കോൺഗ്രസിന്റെ അവസാനത്തെ അമ്പലപ്പുഴയിലെ MLA ആണ്. അദ്ദേഹം പറയുമ്പോൾ അതിൽ ഗൗരവകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. പ്രത്യേകിച്ചും ജി സുധാകരനെ UDF പിന്തുണയ്ക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ആ പിന്തുണയ്ക്ക് തന്നെ വിഘാതമാകും വിധത്തിൽ പല നേതാക്കന്മാരും ജി സുധാകരന്റെ നിലപാടിൽ തിരുത്തൽ വരുത്തണം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ജി സുധാകരന്റെ സ്വഭാവം ഇവർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാടിൽ ഏതൊക്കെ തരത്തിലുള്ള തിരുത്തൽ വരുത്താൻ സാധിക്കുമില്ല എന്നതും ഇവർക്ക് കൃത്യമായി അറിയാവുന്നതാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള പരാമർശം നടത്തുമ്പോൾ ഈ ജി സുധാകരനെ പിന്തുണയ്ക്കുന്നതിൽ തങ്ങൾക്ക് അതൃപ്തിയുണ്ട് എന്ന് തന്നെയാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സേതു, തീർച്ചയായും അമൽ. ഓക്കെ, അപ്പോൾ ഈ അമലാണ് വലിയ വാർത്തയുടെ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.